സോളാർ കേസിന്റെ പേരിൽ ഗണേഷ് കുമാറും ചാണ്ടി ഉമ്മനും കൊമ്പുകോർക്കുകയാണിപ്പോൾ. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയെന്ന ചാണ്ടി ഉമ്മന്റെ ആരോപണം തള്ളുകയാണ് മന്ത്രി. തന്റെ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടിയെന്ന് ഗണേഷ് കുമാർ പറയുന്നു. സത്യം ജനങ്ങൾക്കറിയാമെന്നാണ് ചാണ്ടി ഉമ്മൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് കേരളം ചർച്ച ചെയ്ത വിഷയമാണ് സോളാറിൻ്റേത്. ജിക്കുവും ജോപ്പനും സരിതയും ബിജു രാധാകൃഷ്ണനും ഗണേഷ് കുമാറും എല്ലാം ആ ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സോളാറും ഗണേഷ് കുമാറുമൊക്കെ ചർച്ചയാവുകയാണ്. തുടക്കം കുറിച്ചത് ചാണ്ടി ഉമ്മൻ. പത്തനാപുരത്ത് നടന്ന പരിപാടിയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ചാണ്ടി നടത്തിയ പ്രസംഗമാണ് ഗണേഷ് കുമാറിനെ ചൊടിപ്പിച്ചത്. ആദ്യം ചാണ്ടിയുടെ പ്രതികരണത്തിലേക്ക്. ഇങ്ങനൊരു കാര്യം ശ്രീ ഗണേശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് ഞങ്ങളാരും സ്വപ്നം വിചാരിച്ചില്ല. കാരണം എന്റെ പിതാവ് ഇപ്പൊ സൂചിപ്പിച്ചു, എന്നെക്കാട്ടി സ്നേഹിച്ചു ഞാൻ സമ്മതിച്ചു തരത്തില്ല. പക്ഷെ അത്രത്തോളം എങ്കിലും സ്നേഹിച്ചു കാണും. നിങ്ങളുടെ ക്യാപ്സ്യൂളുകൾ എത്ര ഇറക്കിയാലും ശരി, കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം CPM ആണ് സോളാർ കേസിന്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തന്റെ തട്ടകമായ പത്തനാപുരത്തെത്തി ചാണ്ടി ഉമ്മൻ നടത്തിയ വിമർശനങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ KB ഗണേഷ് കുമാറിന് കഴിയില്ല. അതിനാൽ തന്നെ അതിരൂക്ഷമായ ഭാഷയിലാണ് മറുപടി. കൊട്ടാരക്കര കോടതിയിൽ എനിക്കെതിരെ ഒരു കേസ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. കുറെ കാലമായിട്ട് നടത്തിയ ഒരു തെളിവോ ഒരു വക്കീലോ അവിടെ ഹാജരാവില്ല. എന്താണെന്നറിയോ വെച്ചേക്കുന്നത്? ഈ ഇലക്ഷൻ വരുമ്പോൾ അത് കുത്തിപ്പോക്കാനാണ്. ഈ ഇലക്ഷൻ വരുമ്പോൾ ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ പുതിയ കഥ. ഇത്രയും കാലം ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ അറിയാത്ത ഒരു സീക്രട്ട് ഈ ഇലക്ഷന്റെ തലയ്ക്ക് തലയെന്ന് ആരെ പറ്റിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. മൺമറഞ്ഞു പോയ ഉമ്മൻചാണ്ടിയാണ് തന്റെ കുടുംബം തകർത്തതെന്നും തന്നെ ഏറ്റവും അധികം ദ്രോഹിച്ചതെന്നും പറയുന്നു KB ഗണേഷ് കുമാർ. ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുടുംബം തകർത്തി എൻ്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ച വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. കേരളം ഒരുപാട് ചർച്ച ചെയ്ത യാഥാർത്ഥ്യത്തെ പറ്റിയാണ് താൻ പറഞ്ഞത് എന്നും ഗണേഷ് കുമാർ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കട്ടെ എന്നുമാണ് ചാണ്ടി ഉമ്മൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. ആ കുടുംബത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ളൂ? ഞാൻ വ്യക്തിപരമായി ഒരു ആക്രമണവും നടത്തിയിട്ടില്ല. ഇങ്ങനൊരു സമയത്ത് ഞങ്ങൾ കാര്യങ്ങൾ കേട്ടതും നടന്നെന്ന് വിശ്വസിച്ചത് അതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് അത് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന് മനസാക്ഷിയോടെ തന്നെ ചോദിക്കട്ടെ. ചാണ്ടി ഉമ്മനും ഗണേഷ് കുമാറും വാക്പോര് തുടരുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം: സോളാർ കത്തിത്തീർന്നിട്ടില്ല. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.